എട്ടുക്ക് 10 സ്പാനർ കിടന്നാ. അജയ് ഘോഷ്, സുഹൈലെ, നീ എന്താടാ ഈ വേഷത്തില്? നീ എന്താടാ ടോണി ചാന്റെ വേഷത്തില്? എന്നാലും നീ എങ്ങനെയാടാ ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് പെട്ടെ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ക്ലാസ് ടോപ്പർ. എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ എന്ത് കാര്യമായിരുന്നു അറിയോ? നിന്നെ നോക്കി പഠിക്കാൻ അവർ പറഞ്ഞോണ്ടിരുന്നേ. എടാ, എനിക്ക് നിന്നൊന്ന് ഹഗ് ചെയ്യണം. വേണ്ട, അഴുക്ക് കൊള്ളു. അജയ് ഘോഷ്, ഞാൻ ഹഗ് ചെയ്യും. വേണ്ട ടോണി ചേ. സുഹൈൽ, ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. നീ ഇങ്ങനെ ജീവിക്കേണ്ട ആളല്ല. നീ എന്റെ കൂടെ വരണം. മുതലാളിയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഐ വിൽ ഡീൽ ഇറ്റ്. യു ഗെറ്റ് ഇൻ ദ കാർ. ഇവിടെ അല്ല, അവിടെ. ഉടുപ്പിട്ടോണ്ട് കയറ്. അജയ് ഘോഷ്, നിനക്ക് ഈ കാണുന്ന വീട് ഓർമ്മയുണ്ടോടാ? നീ മറന്നിട്ടില്ലല്ലേ ഒന്നും? വാട, നമുക്ക് സാറിനെ കണ്ടിട്ട് വരാം. സാറിന് നമ്മളെ കാണുമ്പോ എന്ത് സന്തോഷമാവൂന്നറിയോടാ? പണ്ട് കണ്ണിമാങ്ങ പറിക്കാൻ കണ്ണിമാങ്ങ പറിക്കുമ്പോ നിന്നെ ചിരിച്ചാൻ. ആ, ഉത്തമ മാഷില്ലേ? ആ, ഒന്ന് കാണാൻ പറ്റുമോ? കുട്ടികളെ മായേ വെള്ളം ആട്ടെ. നിങ്ങളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാന് ഇപ്പൊ 7ഓളം മൾട്ടിനാഷണൽ കമ്പനിയുടെ MD ആണ്. ചൈനയിൽ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഉണ്ട്. ഫിൻലാൻഡില് എനിക്ക് നെറ്റ്വർക്കിംഗ് ഉണ്ട്. എന്ത് ചെയ്യണേ? ഞാൻ റോഡിൽ നമ്മൾ വിളിച്ചോണ്ട് വന്നത്. ഇപ്പൊ എന്ത് ചെയ്യണ്ടാ? നിങ്ങളെല്ലാരും പണ്ട് മൂലവും സോറി സാർ, അങ്ങനെ പറഞ്ഞില്ല. ഗ്രേസ് മാർക്ക് കൊടുക്കണ ആണി അടിക്കുന്നു. ഇപ്പൊ എന്തായി? പണിപ്പി അടിക്കുവോ? ഒരു കുഴപ്പമില്ലടേ സാറേ. ഞാൻ എഴുതി, ഇവനും എഴുതി. സാറേ, സുഹൈൽ മുഹമ്മദ് ഹോംവർക്ക് എഴുതിയില്ല. ആ, ഞാനിപ്പോ 7 days ആയുള്ളൂ വന്നിട്ട്. നമ്മളങ്ങോട്ട് സാറിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. മംഗളം ഭവിക്കട്ടെ. ഞാൻ അങ്ങോട്ടൊന്ന് എന്റെ ജോലി. ഏത് ജോലി? അപ്പൊ എന്റെ പെങ്ങളെ കല്യാണക്കാരി അവള് ചാടി പൊക്കോളും. എന്റെ വർഷാപ്പ് അവിടെ കാണാൻ പണിക്കുവോ? എനിക്കൊരു പക ഉണ്ടായിരുന്നു, അതങ്ങ് തീർന്നു. പിന്നെ വർഷങ്ങളായിരുന്നു ചാടിക്കൊണ്ടിരുന്ന നാടവനെ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പൈസ കൊണ്ടുവരാൻ പറഞ്ഞു. കണ്ടോക്ക്.